ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 LSS പരീക്ഷയുമായി ബന്ധപ്പെട്ട് എഴുതുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് LSS പരീക്ഷയെപ്പറ്റി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പുവരുത്തുക. അതിനു മുമ്പ്, അതായത് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താണ് LSS പരീക്ഷ, ആർക്കൊക്കെയാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്, എന്താണ് ഈ ഒരു പരീക്ഷ എഴുതുവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട യോഗ്യത, എന്താണ് ഈ ഒരു പരീക്ഷയിൽ ചോദിക്കുന്നത്, അതായത് ഈ ഒരു LSS പരീക്ഷയുടെ കംപ്ലീറ്റ് സിലബസ്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തൊക്കെയാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായി എന്താണ് LSS പരീക്ഷ എന്ന് പറയാം. LSS പരീക്ഷയുടെ ഫുൾ ഫോം തന്നെ ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്നാണ്. അതായത് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണിത്. ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്നാണ് ഈ ഒരു പരീക്ഷയുടെ അഥവാ ഈ ഒരു LSSന്റെ ഫുൾ ഫോം. ഈ പരീക്ഷയിൽ 2 പേപ്പറുകളാണുള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈ പരീക്ഷയിൽ 2 പേപ്പറുകളാണുള്ളത്. അതുപോലെ തന്നെ 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളാണ് ഇതിൽ ചോദിക്കാറുള്ളത്. അതായത് 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ 2 പേപ്പറുകളിൽ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ 3ാം ക്ലാസ്സിലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച് കാണാറുണ്ട്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു LSS പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്? ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. 4ാം ക്ലാസ്സിൽ ഉള്ള എല്ലാവർക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കില്ല. 4ാം ക്ലാസ്സിൽ സെക്കൻഡ് ടെർമിനൽ എക്സാം അഥവാ ക്രിസ്മസ് പരീക്ഷയിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സ്, EVS അഥവാ പരിസ്ഥിതി പഠനം എന്നീ വിഷയങ്ങളിൽ A ഗ്രേഡ് നേടിയവർക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ 4ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് LSS പരീക്ഷ എഴുതുവാൻ യോഗ്യതയുണ്ടോ എന്ന് അധ്യാപകർ തിരഞ്ഞെടുക്കുന്നത്. ഈ പറയുന്ന കാര്യം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് ആരൊക്കെ ഈ ഒരു LSS പരീക്ഷയിൽ പങ്കെടുക്കുന്നു എന്ന് പേര് നൽകേണ്ടത് ആ സ്കൂളിലെ അധ്യാപകരോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ക്ലാസ് ടീച്ചറോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങളുടെ മക്കൾക്ക് സെലക്ഷൻ ഉണ്ട് എന്ന് അധ്യാപകരെ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളാണ്. എന്നാൽ മാത്രമേ കുട്ടിക്ക് കൃത്യമായി ഇതിനു വേണ്ട പ്രിപ്പറേഷൻ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ടീച്ചറെ വിളിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു LSS പരീക്ഷ എഴുതാനുള്ള യോഗ്യതയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ ആദ്യത്തെ സെക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു LSS പരീക്ഷയുടെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2 പേപ്പറുകളായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. പേപ്പർ 1 അതുപോലെ തന്നെ പേപ്പർ 2. ഈ ഒരു പേപ്പർ 1ൽ 3 പാർട്ടുണ്ട്. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 3 പാർട്ടുണ്ട്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. എന്താണ് പാർട്ട് എയിലുള്ളത്? പാർട്ട് A എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജ് എന്നത് ഒന്നുകിൽ മലയാളം, തമിഴ്, സംസ്കൃതം, കന്നഡ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 20 മാർക്ക്, അതായത് അതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 20 മാർക്കാണ്. ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തേത് അഥവാ പേപ്പർ 1ലെ പാർട്ട് B എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത്. പാർട്ട് C ഈ പേപ്പർ 1ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും പല കുട്ടികൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടാണ് പാർട്ട് C അഥവാ ജനറൽ നോളജ്, അതായത് GK പൊതുവിജ്ഞാനം. ഈ ഒരു പാർട്ടാണ് ഏറ്റവും കട്ടിയുള്ളത്. അതായത് കുട്ടികൾക്ക് ടഫായി തോന്നുന്നത് ഈ ഒരു പാർട്ടാണ്. ഫസ്റ്റ് ലാംഗ്വേജും ഇംഗ്ലീഷും EVSും മാത്തമാറ്റിക്സും ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഗൈഡിൽ നിന്നും അത് വെച്ച് പഠിക്കാവുന്നതാണ്. പക്ഷേ ഒരു ജനറൽ നോളജ് അതിൽ നിന്ന് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് പല കുട്ടികളും ഈ ഒരു ജനറൽ നോളജിൽ സ്ട്രഗിൾ ചെയ്യുന്നതായി കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൊതുവിജ്ഞാനം നിങ്ങൾ പത്രം വായിച്ചും അതുപോലെ ബാക്കിയുള്ള പുസ്തകങ്ങൾ വായിച്ചും ഉറപ്പായും അത് വിലയിരുത്തേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പേപ്പർ 1ൽ 3 പാർട്ടുകളുണ്ട്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. പാർട്ട് എയിൽ ഫസ്റ്റ് ലാംഗ്വേജിന് 20 മാർക്കും ഇംഗ്ലീഷിന് 10 മാർക്കും ജനറൽ നോളജിന് 10 മാർക്കും അങ്ങനെ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു പേപ്പർ 1ലുള്ളത്. ഇനി നമുക്ക് പേപ്പർ 2ൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ പേപ്പർ 1ൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പേപ്പർ 2ൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. പേപ്പർ 2നെ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് A അതുപോലെ തന്നെ പാർട്ട് B. പാർട്ട് എയിലുള്ളത് EVS അതായത് എൻവിറോൺമെൻറ്റൽ സയൻസ് ആണ്. അതായത് ഇത് പരിസ്ഥിതി പഠനമാണ്. അതിൽ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യം, അതായത് പാർട്ട് A EVSൻ്റെ സ്കോർ എന്ന് പറയുന്നത് 20 മാർക്കാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിലെ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാർട്ട് B എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് അഥവാ ഗണിതമാണ്. ഗണിതത്തിൽ നിന്നും 20 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങൾ
അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ പേപ്പർ 2-ൽ പാർട്ട് എ പാർട്ട് ബി രണ്ടും കൂടി 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ EVSൽ നിന്നും, അതായത് 20 മാർക്കിൻ്റെ EVSൽ നിന്നും 20 മാർക്കിൻ്റെ മാത്തമാറ്റിക്സിൽ നിന്നും, അതായത് പേപ്പർ 2-ൽ ടോട്ടൽ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ പേപ്പർ 1-ഉം പേപ്പർ 2-ഉം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പേപ്പർ 1-ൽ 3 പാർട്ടുകളിൽ നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യം, പേപ്പർ 2-ൽ 2 പാർട്ടുകളിൽ നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ പേപ്പർ 1-ഉം പേപ്പർ 2-ഉം ചേർന്ന് 80 മാർക്കിനാണ് നിങ്ങൾക്ക് ഈ ഒരു LSS സ്കോളർഷിപ്പ് പരീക്ഷ, അതായത് ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് പരീക്ഷ നിങ്ങൾക്ക് എഴുതാനുള്ളത് 80 മാർക്കിൻ്റെ 2 പേപ്പറുകളായിട്ടാണ്. അതായത് 40 മാർക്കുള്ള 2 പേപ്പറുകൾ, ടോട്ടലായി 80 മാർക്ക്. അപ്പോൾ സിലബസിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. 2 പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 പേപ്പറുണ്ട്. ഒരു പേപ്പർ എഴുതാനുള്ള സമയം 1.5 മണിക്കൂറാണ്. അതായത് പേപ്പർ 1-ന് 1.5 മണിക്കൂർ, അതുപോലെ തന്നെ പേപ്പർ 2-ന് 1.5 മണിക്കൂർ. പേപ്പർ 1-ൽ 3 പാർട്ടുണ്ട് എന്ന് വെച്ച് അതിന് സമയം കൂടുതലൊന്നുമില്ല. 2-നും 40 മാർക്കാണുള്ളത്. അതുപോലെ തന്നെ 1.5 മണിക്കൂറാണ് 2 പേപ്പറും, അതായത് പേപ്പർ 1-ന് 1.5 മണിക്കൂർ, പേപ്പർ 2-ന് 1.5 മണിക്കൂർ. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു പേപ്പർ 1? പേപ്പർ 1 എന്ന് പറയുന്നത് അതായത് മലയാളം അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, GK ഈ 3 സബ്ജക്റ്റുകളുള്ള പേപ്പർ 1 നടക്കുന്നത് രാവിലെയാണ്. അതുപോലെ തന്നെ EVSും മാത്തമാറ്റിക്സും അടങ്ങിയ പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. അതായത് രാവിലെയും ഉച്ചയ്ക്കും 2 സെഷനായിട്ടാണ് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ബുക്ക്ലെറ്റ് രൂപത്തിലാണ് ഇതിൻ്റെ ചോദ്യപേപ്പർ ഉണ്ടാവുക. നിങ്ങൾ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും കാണുന്നത് പോലെ ഒരു പേപ്പറിലായിരിക്കില്ല ചോദ്യം ഉണ്ടായിരിക്കുന്നത്, ബുക്ക്ലെറ്റ് രൂപത്തിലായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക. അതിൽ തന്നെയാണ് നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. അല്ലാതെ ഉത്തരം രേഖപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ തന്നെ ഒരു പേപ്പർ തരികയില്ല. ഈ ഒരു ബുക്ക്ലെറ്റിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവും എഴുതേണ്ടത്. അതായത് ചോദ്യത്തിന് ശേഷം നിങ്ങൾക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. 1 വേർഡ് ആണെങ്കിൽ അത് എഴുതാനുള്ള സ്പേസും, അഥവാ ചോയ്സ് തന്നിട്ടുള്ള ചോദ്യമാണെങ്കിൽ ശരിയായ ഉത്തരം മാർക്ക് ചെയ്യാനുള്ള സ്പേസും, അതുപോലെ തന്നെ ഇപ്പോൾ അഥവാ എഴുതേണ്ട ചോദ്യങ്ങളുണ്ട്, എന്തെങ്കിലും ഒരു ഷോർട്ട് ആൻസറായി എഴുതേണ്ട ചോദ്യമുണ്ടെങ്കിൽ അതിന് വേണ്ട സ്പേസ് ആ ഒരു ബുക്ക്ലെറ്റിൽ തന്നെ ഉണ്ടാകും. അതായത് ബുക്ക്ലെറ്റ് തന്നെയാണ് നിങ്ങളുടെ ചോദ്യപേപ്പറും അതുപോലെ തന്നെ ആൻസർ ഷീറ്റും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ 3 തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഒന്നാമത്തേത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് 2 രീതിയിൽ ഉണ്ടാവാം. ഒന്നാമത്തേത്, അതായത് 1 മാർക്കിൻ്റെ ചോദ്യം ഒരു രീതിയിൽ ചോദിക്കുന്നത് ചോയ്സ് നൽകിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ചോദ്യം തന്നിട്ടുണ്ടാവും, അതിൽ തന്നെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇതുപോലെ ഓപ്ഷൻ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 1 മാർക്കിനാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ കൂടി 1 മാർക്കിന് ചോദിക്കുന്നതാണ്. അതായത് 1 മാർക്കിന് 2 രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ചോയ്സ് നൽകിയിട്ടുള്ള ചോദ്യങ്ങളും, രണ്ടാമത്തേത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം 1 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് ഒരു തരത്തിലുള്ള ചോദ്യം. രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് വിശദമായി എഴുതേണ്ട, അതായത് ഷോർട്ട് ആൻസറായി എഴുതേണ്ട ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് 5 മാർക്കാണ് നൽകുന്നത്. അതായത് 5 മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും 1 വേർഡിലുള്ള ഒറ്റവാക്കിൽ എഴുതേണ്ട 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും. ഇങ്ങനെ 1 മാർക്കിനും 5 മാർക്കിനുമുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബുക്ക്ലെറ്റിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ബുക്ക്ലെറ്റിൻ്റെ ആദ്യത്തെ പേജിൽ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടതുണ്ട്. എക്സാം ആകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഒരു ഇൻട്രോ ആയി പറയുമ്പോൾ, ഈ ഒരു LSS എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇത് പറയാതെ പോകാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ ഒരു ബുക്ക്ലെറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആദ്യത്തെ പേജിൽ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടതുണ്ട്. ആ ഒരു രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ അത് അക്കത്തിലും അതുപോലെ തന്നെ അക്ഷരത്തിലും എഴുതേണ്ടതുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെറുതെ അക്കത്തിൽ അഥവാ നമ്പറിൽ മാത്രം അതവിടെ എഴുതി വെക്കരുത്. വേറൊരു കോളത്തിൽ അത് അതിൻ്റെ അക്ഷരത്തിലും എഴുതി വെക്കണം. ഇപ്പോൾ 1 എന്നാണെങ്കിൽ ONE എന്ന് അക്ഷരത്തിലും നമ്മളത് എഴുതേണ്ടതുണ്ട്. അപ്പോൾ ബുക്ക്ലെറ്റിൻ്റെ ആദ്യത്തെ പേജിൽ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേപ്പർ 2, അതായത് പേപ്പർ 2 എന്ന് പറയുമ്പോൾ EVSും മാത്തമാറ്റിക്സും അടങ്ങിയ ഈ ഒരു പേപ്പർ 2-ലെ കൂടുതൽ ചോദ്യങ്ങളും അല്ലെങ്കിൽ മുഴുവൻ ചോദ്യങ്ങളും ചോദിക്കുന്നത് നിങ്ങളുടെ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും. അതായത് ബുക്കിലുള്ള ചോദ്യം അതേപടി ചോദിക്കുമെന്നല്ല, ആ ഒരു ബുക്കിനെ ആസ്പദമാക്കിയായിരിക്കും ഈ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവുക. പേപ്പർ 2 എന്ന് പറയുമ്പോൾ ഏതാണ്? മാത്തമാറ്റിക്സും EVSും, അതായത് ഗണിതവും പരിസ്ഥിതി പഠനവും. ഈ 2 സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതായത് പരിസ്ഥിതി പഠനം EVSിൽ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യവും മാത്തമാറ്റിക്സിൽ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യവുമാണ് ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് എവിടെ നിന്നായിരിക്കും? നിങ്ങളുടെ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും. അതായത് ആ ഒരു ടെക്സ്റ്റ് ബുക്കും അതിലുള്ള അതേ ചോദ്യമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. അതിൻ്റെ കുറച്ച് നെക്സ്റ്റ് ലെവൽ, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൈ ഔട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേപ്പർ 2-ലെ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയായിരിക്കും കൂടുതൽ ചോദ്യങ്ങളും ഈ ഒരു EVSിലും മാത്തമാറ്റിക്സിലും ഉണ്ടായിരിക്കുക. പിന്നീട് പറയുന്നത് 2
പേപ്പറും ചേർന്ന് 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണുള്ളത്. അതായത് 2 പേപ്പറും ചേർന്ന് 80 മാർക്കായിരിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി ഈ ഒരു 80 മാർക്കിൽ എത്ര മാർക്ക് ലഭിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നത്? അതിൻ്റെ ഉത്തരം 48 മാർക്കാണ്. അതായത് 80ൽ നിങ്ങൾക്ക് 48 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 80ൽ 48 മാർക്കാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. എന്ന് വെച്ച് ചില സബ്ജക്റ്റ് മാത്രം പഠിക്കരുത്. എല്ലാ സബ്ജക്റ്റും കൂടി ചേർന്ന് 48 മാർക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. 2025 കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 48 മാർക്കായിരുന്നു. ഇനി എപ്പോഴാണ് 2025 ഈ ഒരു പരീക്ഷ നടന്നത്? ആ ഒരു തീയതിയുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. 2025 ഫെബ്രുവരി 27 തീയതിയാണ് ഈ ഒരു LSS പരീക്ഷ നടന്നത്. എന്താണ് ആ തീയതിക്ക് ഇവിടെ പ്രത്യേകത എന്ന് ചോദിക്കാം. അതായത് കഴിഞ്ഞ വർഷം എപ്പോഴാണോ പരീക്ഷ നടന്നത് ആ ഒരു ഡേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ അതോട് അടുത്ത ഒരു ഡേറ്റിൽ തന്നെയായിരിക്കും ഈ വർഷവും പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 27 തീയതിയാണ് 2025 ഈ ഒരു LSS പരീക്ഷ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾക്ക് അതോട് അടുത്ത ഏതെങ്കിലും ഒരു തീയതിയിലായിരിക്കും പരീക്ഷ നടക്കുക എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഫെബ്രുവരി അവസാനമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു LSS പരീക്ഷ നടക്കുന്നത്. ഇനി നമുക്ക് 2025 കുറച്ച് കണക്കുകൾ നോക്കാം. 2025 ഫെബ്രുവരി 27 തീയതി ഈ ഒരു പരീക്ഷ എഴുതിയത് എത്ര കുട്ടികളാണ്? അതായത് കഴിഞ്ഞ വർഷം എത്ര കുട്ടികളാണ് LSS എഴുതിയത്? ഏകദേശം 1,08,421 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം ഈ ഒരു പരീക്ഷ എഴുതിയത്. 1,08,421. അതിൽ നിന്ന് 30,380 വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു 80ൽ 48 മാർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് സ്വന്തമാക്കാൻ നിങ്ങൾ നേടേണ്ടത്. അതിൽ 80ൽ 48 മാർക്ക് നേടിയ 30,380 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഈ ഒരു LSS സ്കോളർഷിപ്പ് ക്രാക്ക് ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം 30,380 ആണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എപ്പോഴാണ് എന്ന് അറിയേണ്ട ഒരു ആവശ്യമുണ്ടാവും. അതിപ്പോൾ കൃത്യമായിട്ടൊരു ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം എപ്പോഴാണോ ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തീയതിയിലായിരിക്കും പരീക്ഷ നടക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ഏതെങ്കിലും ഒരു അതോട് അനുബന്ധിച്ച ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും പരീക്ഷ നടക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കുക. ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഇതുവരെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കാത്ത വിദ്യാർത്ഥികളോടാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കുക. LSS പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, LSS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യോഗ്യത നേടണമെങ്കിൽ ഈ ഒരു ക്രിസ്മസ് പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുക. ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി EVSും മാത്തമാറ്റിക്സും പ്രത്യേകം പഠിക്കുക. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു EVSിലും മാത്തമാറ്റിക്സിലും ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായും LSS പരീക്ഷയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നതാണ്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു LSS സിലബസ് എന്ന് നോക്കാം. എന്താണ് LSSന്റെ സിലബസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 1ൽ 3 പാർട്ട്, പേപ്പർ 2ൽ 2 പാർട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സിലബസുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോന്നിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സിലബസിൽ ഓൾറെഡി പറഞ്ഞു ഒന്നാമത്തേത് നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജിന്റെ കാര്യത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളും മലയാളമാണ് എഴുതുന്നത്. അതുകൊണ്ട് മലയാളമാണ് നമ്മളിവിടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയി ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞത് ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, പരിസര പഠനം, പൊതുവിജ്ഞാനം. ഈ ഒരു 5 സബ്ജക്റ്റാണ് നിങ്ങളുടെ LSSന്റെ സിലബസ് എന്ന് പറയുന്നത്. ഈ 5 സബ്ജക്റ്റിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഓരോ സബ്ജക്റ്റിലും എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്കിനി വിശദമായി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മലയാളത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. മലയാളത്തിൽ നിങ്ങൾ ടെക്സ്റ്റിലുള്ള കഥകളും കവിതകളും ബൈഹാർട്ട് പഠിക്കുകയല്ല വേണ്ടത്. മലയാളത്തിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്നുള്ള, അതായത് ടെക്സ്റ്റിലെ കവിതകളും കഥകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. മലയാളത്തിൽ കൂടുതൽ നിങ്ങൾക്ക് റീഡിംഗ്, അതായത് വായനാഗ്രാഹ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മലയാളം ഗ്രാമറിൽ നിങ്ങൾക്കുള്ള അറിവ്, അതുപോലെ തന്നെ മലയാളം എന്ന ലാംഗ്വേജിൽ നിങ്ങൾക്കുള്ള സ്കില്ല്, അതായത് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് അതിലെ നിങ്ങളുടെ വായനാഗ്രാഹ്യവും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാമറുമായി ബന്ധപ്പെട്ട ബേസിക്കായ കാര്യങ്ങളും ആ ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്കുള്ള സ്കില്ലുകളും ട്രൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിങ്ങളുടെ സ്കില്ലുകളെയും റീഡ് ചെയ്യാനുള്ള അബിലിറ്റിയും ഗ്രാമറും ഒക്കെ ട്രൈ ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് അഥവാ മലയാളത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. പേപ്പർ 1ലെ പാർട്ട് A ആണ് മലയാളത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. പാർട്ട് B ഏതായിരുന്നു? ഇംഗ്ലീഷ്. മലയാളത്തിൽ എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത്? അഥവാ ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾ കൃത്യമായി പഠിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയത്. അതായത് പേപ്പർ 1ൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയത് ഫസ്റ്റ് ലാംഗ്വേജ് അഥവാ മലയാളമാണ്. രണ്ടാമത്തേത് അഥവാ പാർട്ട് B ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ടെക്സ്റ്റിലുള്ള കഥകളും കവിതകളും അല്ല ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കുറവായിരിക്കും അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. കൂടുതലും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട, അതായത് ഇംഗ്ലീഷിൽ പദാവലി അഥവാ വൊക്കാബുലറി, ഓരോ വാക്കുകളുടെ അർത്ഥം, അല്ലെങ്കിൽ ഗ്രാമർ, അതായത് ഇംഗ്ലീഷിലെ ഗ്രാമർ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ സെൻറ്റൻസ് ഫോർമേഷൻ, അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എത്രത്തോളം സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ മലയാളത്തിൽ ഒരു കാര്യം അറിയാമെങ്കിൽ അത് ഇംഗ്ലീഷിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓരോരോ കുഞ്ഞു സെൻറ്റൻസുകൾ
നിങ്ങൾ ഫോം ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള നിങ്ങളുടെ കഴിവുകളെ എക്സാമിനേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് പേപ്പർ 2ന്റെ കാര്യത്തിലേക്ക് വരാം. പേപ്പർ 1ൽ നമ്മൾ 2 ഡിസ്കസ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് ജനറൽ നോളജ് ആണ്. അതിൻ്റെ കുറച്ച് കാര്യം നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഗണിതത്തെ പറ്റിയും അതുപോലെ തന്നെ EVS അഥവാ പരിസ്ഥിതി പഠനത്തെ പറ്റിയുമാണ്. അപ്പോൾ എന്താണ് ഗണിതത്തിൽ? നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഗണിതവും EVSഉം, അതായത് EVSഉം മാത്തമാറ്റിക്സിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളും വരുന്നത്. നേരത്തെ മലയാളവും ഇംഗ്ലീഷും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതായത് ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളിൽ, അതായത് കവിതയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇംഗ്ലീഷിലെ അതുപോലെ തന്നെ മലയാളത്തിലെയും ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഗ്രാമറിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. അതായത് ആ ഒരു ഗ്രാമർ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇനി മാത്സിൻ്റെയും EVSൻ്റെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ ചോദ്യങ്ങളും ഉണ്ടായിരിക്കുക. ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതായത് ഗണിത പ്രവർത്തനങ്ങൾ, പാറ്റേൺസ് എന്താണെന്ന് അറിയാലോ, ആ ഒരു പാറ്റേണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഫ്രാക്ഷൻ, മെഷർമെൻറ്റ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പാഠം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, പ്രോബ്ലം സോൾവിങ് അബിലിറ്റി വളരെ നിർണായകമാണ്. അപ്പോൾ പ്രോബ്ലം നിങ്ങൾക്ക് എത്രത്തോളം വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാത്തമാറ്റിക്സിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ ചോദ്യങ്ങളും വരിക. എങ്ങനെയുള്ള ചോദ്യങ്ങളാണെന്ന് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. അരിത്തമെറ്റിക് ഓപ്പറേഷൻ, പാറ്റേൺ, ഫ്രാക്ഷൻ, മെഷർമെൻറ്റ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇനി EVS അഥവാ പരിസ്ഥിതി പഠനത്തിൽ എന്താണ് കേന്ദ്രീകരിച്ച് നിങ്ങൾ പഠിക്കേണ്ടത്? EVS എന്നത് എൻവറോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ്. ഇതിൽ നിന്ന് നേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സൊസൈറ്റിയും എൻവറോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ പഠിക്കേണ്ടത്? ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ക്ലാസ് 4ൻ്റെ, അതായത് 4ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, EVSൻ്റെ ടെക്സ്റ്റ് ബുക്ക് നന്നായി കൃത്യമായി പഠിക്കുക. അതിൽ പറയുന്ന ഓരോ പോയിന്റുകളും, പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകളിൽ ചില പേജുകളിൽ കറക്റ്റായിട്ട് ഒരു യെല്ലോ ബോക്സിനകത്ത് കുറേ പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള പോയിന്റ്, ആ ഒരു പോയിന്റ് നിങ്ങളോട് എഴുതാൻ പറയുകയില്ല. ആ പോയിന്റിലുള്ള കോൺസെപ്റ്റ് ആണ്, അഥവാ ആ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എന്താണോ ആ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ബൈഹാർട്ട് പഠിക്കുകയല്ല വേണ്ടത്. ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഈ ഒരു പരീക്ഷയിൽ നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുക. ഈ ഒരു പേപ്പർ 2ൻ്റെ കാര്യത്തിൽ, അതായത് ഗണിതവും പരിസ്ഥിതി പഠനവും ടെക്സ്റ്റ് ബുക്ക് കേന്ദ്രീകരിച്ച് തന്നെ പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഏകദേശം അവസാനിക്കാറായി. ഇനി നമുക്ക് ജനറൽ നോളജിൽ കൂടി എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 4 പേപ്പറിൻ്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതായത് 4 പേപ്പറല്ല, 2 പേപ്പറിലുള്ള 4 സബ്ജക്റ്റിൻ്റെ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനമായി പേപ്പർ 1ലെ പാർട്ട് C, ജനറൽ നോളജ് അഥവാ പൊതുവിജ്ഞാനം. ഇതിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായി നമ്മൾക്ക് പറയാൻ സാധിക്കുന്നതല്ല. ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ 4ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് എന്താണോ പൊതുവായി വേണ്ട അറിവ്, അതാണ് ഇവിടെ ജനറൽ നോളജ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൻ്റെ കാര്യം അറിയാം, നമ്മൾ കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത് ക്വിസ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് പൊതുവിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അല്ലെങ്കിൽ തന്നെ നോട്ട് ബുക്കിലും കൊടുക്കാത്ത, ഓരോ കുട്ടിയും ജനറലായി പത്രം വായിച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള പുസ്തകം വായിച്ചും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു പൊതുവിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് പരീക്ഷയുടെ തലേന്നിരുന്ന് പഠിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള പൊതുവിജ്ഞാനം നിങ്ങൾ ഇപ്പോഴേ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പരീക്ഷയ്ക്ക്. കാരണം ഈ ഒരു മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, EVSോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു കുട്ടിക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ജനറൽ നോളജ് ആണ് പല കുട്ടികൾക്കും പഠിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് കാരണം അത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്. പെട്ടെന്ന് ഒരു ദിവസം വന്ന് നിങ്ങൾക്ക് ജനറൽ നോളജ് പഠിക്കാൻ സാധിക്കില്ല. ജനറൽ നോളജിന് നിങ്ങൾ പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ജനറൽ നോളജ് നിങ്ങൾ ഇപ്പോൾ തന്നെ ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ തന്നെ ഓരോരോ പത്രങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള പുസ്തകങ്ങളും വായിച്ച് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ നോട്ട് ചെയ്ത് പഠിക്കാൻ ആരംഭിക്കുക. അപ്പോൾ ജനറൽ നോളജിൻ്റെ 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള മാർക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ബാക്കിയുള്ള ഗൈഡും യൂട്യൂബ് ചാനൽ ക്ലാസ്സസും വഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ജനറൽ നോളജിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുക. 10 മാർക്കേ ഉള്ളൂ, പറ്റാത്തതാണ് എന്ന് വിചാരിച്ച് ജനറൽ നോളജിനെ തള്ളിക്കളയരുത്. ബാക്കി എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ജനറൽ നോളജ്. അപ്പോൾ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ LSSുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ കൂടി ഈ ഒരു LSSുമായി ബന്ധപ്പെട്ട നമ്മളുടെ ആദ്യത്തെ വീഡിയോ എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ LSSുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഈ ഒരു പരീക്ഷ, ആർക്കാണ് ഇത് എഴുതാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പരീക്ഷയുടെ സിലബസ്. ഈ സിലബസ് പറഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അതിനെപ്പറ്റി വിശദമായി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുകയുണ്ടായി. നിങ്ങൾ 2025 കണക്ക് ശ്രദ്ധിക്കുക. ഏകദേശം 1,08,421 വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയ്ക്ക് 30,300
380 പേർക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളൂ. അതായത് 10ൽ 3 പേർക്ക് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ്? ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ EVS, മാത്തമാറ്റിക്സ്. ഇതിൽ നല്ലൊരു മാർക്ക് നേടാൻ ശ്രദ്ധിക്കുക. ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ടീച്ചർ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. LSS പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാക്സിമം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. LSS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.